ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേരിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്, നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണത്. ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷനിൻ്റെ ബേസിസിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസനേറ്റും ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് അവിടെ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേരിയസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി അക്വേരിയസിൻ്റെ ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ ഇപ്പോഴത്തെ 5 ഓഫ് സോർഡ്സ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 6 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 7 ഓഫ് കപ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഇൻറ്റൻഷൻ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ, നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോണത് എന്താണ്, ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ. അപ്പോൾ അക്വേരിയസ്, ഇവിടെ ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഹൈ പ്രീസ്റ്റസ് സ്പൈസീസ് എനർജിയാണ്. ആൻഡ് ഇത് ഇൻറ്റ്യൂഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു സെപ്പറേഷൻ ആണ് ഞാൻ ഇവിടെ കാണുന്നത്. പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ സെപ്പറേഷനും ആവാൻ ചിലവർക്ക് ഇത് സെപ്പറേഷൻ ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ ചില സീക്രറ്റ്സ് വെക്കുന്നുണ്ട്. പറഞ്ഞാൽ നിങ്ങളെല്ലാം തുറന്ന് പറയൂല ഈ പേഴ്സണോട്. എന്തോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൈവറ്റായി വെക്കണം എന്നുണ്ടാവും. എന്തോ സീക്രറ്റ്സ് ആവാം ഇത്. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ഹെസിറ്റേഷൻ ഉണ്ട്. പറഞ്ഞാൽ അത്ര തുറന്ന് സംസാരിക്കാൻ പറ്റില്ല ഈ സമയത്ത്. ഈ പേഴ്സൻ്റെ എനർജിയിൽ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇവർ എന്തോ ഒരു ഓഫർ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഈ ഓഫർ? ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓഫർ ആവാം, അതല്ലാച്ച ഒരു മാപ്പ് ചോദിക്കണ എനർജി ആവാം. ഓക്കെ. അപ്പോൾ എന്താണ് ഈ ഹൈ പ്രീസ്റ്റസ്? ഇവിടെ 8 ഓഫ് സോർഡ്സ്. അപ്പോൾ നിങ്ങളുടെ രണ്ടാളുടെയും എനർജിയിൽ അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു സ്റ്റാഗ്നൻസി ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒന്നും മുമ്പോട്ട് പോവാത്തത്. ആൻഡ് നിങ്ങൾ വിഡ്രോ ചെയ്തു. എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താ ഉണ്ടാവാൻ പോണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഈ പേഴ്സൻ്റെ എന്താ ഫീലിങ്സ് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് അതും നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അത്ര പറഞ്ഞാൽ ഓപ്പൺ അപ്പ് ആവണില്ല. ആൻഡ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് ആണ് കേൾക്കാൻ പോണത് ഇവിടെ ഇപ്പോൾ. ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനും വഴിയുണ്ട്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഫൂൾ ആൻഡ് 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇവർ കുറേ പേടിച്ചിട്ടാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യണത്. എന്ന് വെച്ചാൽ എവിടെയോ ഇവർക്കൊരു പേടിയുണ്ട് നിങ്ങൾ ഇവരെ റിജക്റ്റ് ചെയ്യുമെന്ന്. പക്ഷെ അവരൊരു റിസ്ക് എടുക്കാൻ പോകുന്നുണ്ട്. അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ മാസം അല്ല വെച്ചാൽ നെക്സ്റ്റ് മന്ത് ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ 5 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ എന്തോ ഒരു വേറെ ആൾക്കാർ ഇൻവോൾവ് ആയിട്ട് ഇവിടെ എന്തോ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്തോ നെഗറ്റീവായിട്ട്. ഇത് ഗോസിപ്പിൻ്റെ എനർജിയുമാണ്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ? ഇവിടെ നമ്മൾക്ക് ഈ കാർഡ് ഫ്യൂച്ചറിൻ്റെ കാർഡാണ്. നമ്മൾക്കിത് എൻഡിൽ നോക്കാം. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ശരിയല്ല പറഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജിയാണ് ഇത്. കുറെ ഗോസിപ്പാണ് ഞാൻ കാണുന്നത്. വേറെ ആൾക്കാർ നിങ്ങളുടെ
റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തോ പറയണു, ഇല്ലാച്ചാ ഈ പേഴ്സണെ കുറിച്ച് എന്തോ പറയണു, നിങ്ങളെ കുറിച്ച് എന്തോ പറയണു, അങ്ങനത്തെ ഒരു നെഗറ്റീവായി ജെലസ് എനർജീസ്. ഓക്കെ, അതിന്റെ കാരണം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടായി. ഇപ്പോ നിങ്ങളുടെ കറന്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 6 ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പേഴ്സണലി ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഇതൊരു വൺ സൈഡഡ് എനർജി ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഈ പേഴ്സൺ അത്ര എഫേർട്ട് ഇടില്ല, നിങ്ങളുടെ സൈഡിൽ നിന്നാണ് എല്ലാം എഫേർട്ട് ഇടണേ. അപ്പൊ എന്താണ് ഈ 6 ഓഫ് പെന്റിക്കിൾസ്? അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ എനർജി വിഡ്രോ ചെയ്തു എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ തന്നെയാണ് ആക്ഷൻ എടുക്കുന്നത്, നിങ്ങൾ തന്നെയാണ് ഇവരെ വിളിക്കണത്, മെസ്സേജ് ചെയ്യണത്, എല്ലാം നിങ്ങളുടെ സൈഡിൽ നിന്നാണ്. പക്ഷെ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് കാണാനില്ല. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തു. ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കട്ടെ വിചാരിച്ചിട്ട് നിങ്ങൾ അത്ര എഫേർട്ട് പറഞ്ഞാൽ ആ എഫേർട്ട് ഇടാൻ നിങ്ങൾ നിർത്തി. ഓക്കെ, ഈ പേഴ്സൺ എനർജിയിൽ 7 ഓഫ് കപ്സ് ആണ്. അവർ കൺഫ്യൂസ്ഡ് ആണ് ഈ സമയത്ത്. അവരുടെ മനസ്സിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറെ ഓപ്ഷൻസ് ഉണ്ട് വേറെ ഡേറ്റിംഗ് ലൈഫിൽ. പറഞ്ഞാൽ അവർക്ക് വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ അവർ അതിലൊന്നും ഇൻട്രസ്റ്റഡ് അല്ല. അവർക്ക് നിങ്ങളുടെ കൂടെയാണ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ഈ സമയത്ത് അവർ ഷുവർ അല്ല എന്താ ചെയ്യണ്ടേന്ന്. നിങ്ങളുടെ ഇന്റൻഷൻ വെയിറ്റ് ചെയ്യാനാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പോകണ്ട. ഈ പേഴ്സൺ എപ്പോഴാണ് എന്തെങ്കിലും ഓഫർ കൊണ്ടുവരാന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇല്ലാച്ചാ എന്താ ഈ സിറ്റുവേഷനെ ശരിയാക്കാൻ അവരെന്തെങ്കിലും ചെയ്യണ്ടോ എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ വരും. അവരുടെ ഇന്റൻഷൻ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ അവരുടെ ഇന്റൻഷൻ ഒരു മാരേജ് ഇല്ലാച്ച റിലേഷൻഷിപ്പ് മാതിരി തന്നെയാണ്. സീരിയസ് ഓഫർ കൊണ്ടുവരേണ്ട അവര്. അപ്പൊ നിങ്ങളുടെ ഇന്റൻഷനിൽ വേറെ ഞാൻ മെസ്സേജ് കാണുന്നത് നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്. ഓക്കെ, ഈ പേഴ്സൺ വേണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ തരാൻ. നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ഫോർഗീവ് ചെയ്തിരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ് വേണം. ഈ പേഴ്സന്റെ എനർജിയിൽ അവർ അവരുടെ കരിയറിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യണത്. എവിടെയോ അവരുടെ കരിയറും അത്ര മുമ്പേ അത്ര പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. മേ ബി അവർക്ക് സെറ്റിൽ ഡൗൺ ആവണ മുമ്പേ, കല്യാണം കഴിക്കണ മുമ്പേ ഒരു മാതിരി പറഞ്ഞ കരിയറിൽ സെറ്റ് ആവണം എന്നുണ്ടാവും. അപ്പൊ ഇവിടെ അവർ ഒരു ബാലൻസ് ചെയ്യാനാണ് നോക്കണത് എല്ലാം കാര്യത്തും. പറഞ്ഞ അവരുടെ വീട് ശരിയാക്കണം, പൈസയുടെ കാര്യത്തിൽ, കരിയറുടെ കാര്യത്തിൽ ശരിയാവണം. അത് കഴിഞ്ഞിട്ടേ അവർക്ക് നിങ്ങൾക്ക് ഈ ഓഫർ തരാൻ പറ്റുള്ളൂ. അപ്പൊ അവരുടെ മനസ്സിൽ ആ പ്ലാൻ ഉണ്ട്. ഓക്കെ, അവര് വരാൻ പോകുന്നുണ്ട് ഒരു ഓഫർ കൊണ്ടുവന്ന്. അപ്പൊ നിങ്ങളുടെ ആക്ഷൻ ആയിരിക്കും പേജ് ഓഫ് കപ്സ്. ഇപ്പൊ ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങളാണ് അവർക്ക് ഒരു മെസ്സേജ് അയക്കാൻ പോണത്. ആൻഡ് ഈ പേഴ്സൺ അവരുടെ ഹീലിംഗിലാണ് ഫോക്കസ് ചെയ്യണത്. അവരുടെ മനസ്സിൽ അവരുടെ ഗോൾസ് ഒക്കെ സെറ്റാണ്. പക്ഷെ നിങ്ങളെ എവിടെയോ അത്ര വെയിറ്റ് ചെയ്യാൻ റെഡി അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ പേഴ്സൺ മെസ്സേജ് ചെയ്യില്ല വെച്ചാൽ നിങ്ങളായിരിക്കും ഇവർക്ക് മെസ്സേജ് ചെയ്യാൻ പോണത്. 8 ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യും, അവരെ കാണാൻ പോവും. ഈ പേഴ്സന്റെ എനർജിയിൽ 4 ഓഫ് സ്വോർഡ്സ് ആണ്, നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പൊ ഇവരുടെ മനസ്സിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ലവ് ഉണ്ട്, റൊമാൻസ് ഉണ്ട് ഇവിടെ. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി അവര് വെയിറ്റ് ആണ് ചെയ്യണത്. നിങ്ങളുടെ ഇടയ്ക്ക് ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അവരുടെ വീട്ടിൽ ആരോ സുഖല്ലാണ്ട് കിടക്കുണ്ടാവും. അതും ഒരു കാര്യമായിരിക്കാം. അവരുടെ അമ്മ അയക്കാം, അതല്ല വെച്ചാൽ അവരുടെ പെങ്ങൾ ആയിരിക്കാം, അതല്ല വെച്ചാൽ അവരുടെ തന്നെ ഹെൽത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ട് അവർക്ക് മേ ബി കുറച്ചൊരു സമയം എടുക്കണ്ട റിക്കവർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഔട്ട്കം ഇവിടെ ഞാൻ കാണുന്നത് ഹെർമിറ്റ് തന്നെയാണ്. അപ്പോൾ ഹെർമിറ്റ് ഒരു സെപ്പറേഷൻ്റെ എനർജി തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടാളും ഈ സമയത്ത് സെപ്പറേറ്റഡ് ആണ്. പക്ഷെ ഇവിടെ ഡിവൈൻ ടൈമിംഗ് ആണ് ഞാൻ കാണുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ ഇടയ്ക്ക് ഒരു പേഴ്സൺ, മേ ബി ഈ പേഴ്സൺ ആയിരിക്കാം, ഇവരുടെ ലൈഫിൽ വേറെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇന്റർഫിയർ ചെയ്യണ എനർജി ഞാൻ കാണുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സ് അല്ല വെച്ചാൽ ഇത് അവരുടെ മേ ബി അവർ മാരീഡ് ആണ് വെച്ചാൽ അവരുടെ പാർട്ട്ണർ, ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് വെച്ചാൽ അവരുടെ പാർട്ട്ണർ ഇവിടെ കുറെ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്, അതും ആവാം.
ഓക്കെ. പക്ഷെ ഇവിടെ ഡെഫിനറ്റ്ലി എന്തോ ഒരു കോൺഫ്ലിക്റ്റ് കാണാണ്ട്, ആൻഡ് അത് വേറെ ആൾക്കാരുടെ കോൺഫ്ലിക്റ്റ് ആണ്, വേറെ ആൾക്കാർ ഇതിൽ ഇന്റർഫിയർ ചെയ്യണ കോൺഫ്ലിക്റ്റ് ആണ് ഇത്. പക്ഷെ ആ കോൺഫ്ലിക്റ്റ് ഒക്കെ തീരാൻ പോകുന്നുണ്ട്. ഓക്കെ, അവര് സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ് പോണത്. നിങ്ങൾ രണ്ടാളും സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ് പോണത്. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ വേഗം മാറും. പറഞ്ഞാൽ അത് ഒരു ലോങ് ടേം കാര്യമല്ല, ഇത് വേഗം ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പൊ എന്താണ് ഇവിടെ മെസ്സേജ്? ഈ പേഴ്സന്റെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ കുറെ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്. ഐ ഹിഡ് ഹു ഐ റിയലി ആം ഫ്രം യു. അപ്പൊ ഈ പേഴ്സൺ എന്തോ ഒളിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളോട് എന്തോ കാര്യം പറഞ്ഞില്ല. ഐ നോ ഐ വാസ് എ ഡിസ്ട്രാക്ഷൻ ഫ്രം യുവർ പെയിൻ. ദ ടൈമിങ് ജസ്റ്റ് വാസന്റ് റൈറ്റ് ഫോർ അസ്. അപ്പൊ നിങ്ങൾ മുമ്പും ഒരുമിച്ച് വരാൻ പറഞ്ഞ ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ ആ സമയം ശരിയായിരുന്നില്ല. ഓക്കെ, യു സ്പീക്ക് ടു മീ ത്രൂ മ്യൂസിക്. അപ്പൊ ഈ പേഴ്സൺ ഓർ നിങ്ങൾ മ്യൂസിക് കുറെ ഇഷ്ടമാണ് വെച്ചാൽ മ്യൂസിക്കിന്റെ ത്രൂ ആണ് അവർ ഹീൽ ചെയ്യാൻ നോക്കണത്. അപ്പൊ ഇതാണ് അക്വേരിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.